നമസ്കാരം. മൈ ഡിവൈൻ വർഷിപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ജ്യേഷ്ഠമാസത്തിലെ കൃഷ്ണപക്ഷ ഏകാദശിയെ യോഗിനി ഏകാദശി എന്നാണ് പറയുന്നത്. ഇപ്രാവശ്യം ജൂലൈ 11 ശനിയാഴ്ചയാണ് നമ്മൾ യോഗിനി ഏകാദശി വ്രതം അനുഷ്ഠിക്കേണ്ടത്. ഏകാദശി തിഥി ഉള്ളത് ജൂലൈ 10 വെള്ളിയാഴ്ചയാണ്. എന്നാൽ ആ ഒരു ദിവസം വ്രതം അനുഷ്ഠിക്കുന്നതിനേക്കാൾ പുണ്യം നമുക്ക് ശനിയാഴ്ച വ്രതം അനുഷ്ഠിക്കുന്നത് വഴി ലഭിക്കും. ഏകാദശി തിഥി ആരംഭിക്കുന്നത് ജൂലൈ 10 വെള്ളിയാഴ്ച രാവിലെ 8:16 മുതൽ ജൂലൈ 11 ശനിയാഴ്ച രാവിലെ 5:22 വരെയുള്ള സമയമാണ്. ജൂലൈ 10 വെള്ളിയാഴ്ച 8:16 വരെ ദശമി തിഥിയുണ്ട്. അതിനുശേഷമാണ് ഏകാദശി തിഥി ആരംഭിക്കുന്നത്. അപ്പോൾ ആ ഒരു ദിവസം നമ്മൾ വ്രതം എടുക്കുമ്പോൾ ദശമി സ്പർശമുള്ള ഏകാദശി വ്രതമാണ്. ദശമി സ്പർശമുള്ള ഏകാദശി വ്രതത്തിന് നമ്മൾ ഭൂരിപക്ഷ ഏകാദശി എന്ന് പറയും. ഇത് കൂടുതലായും പിതൃകർമ്മങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ള ഒരു ഏകാദശിയായിട്ടാണ് പറയപ്പെട്ടിട്ടുള്ളത് നമ്മുടെ പുരാണങ്ങളിൽ. എന്നാൽ ദ്വാദശി സ്പർശമുള്ള ഏകാദശി തിഥി ദിവസം വ്രതം എടുക്കുന്നത് വളരെയധികം നല്ലതാണ്. ആനന്ദപക്ഷ ഏകാദശി എന്നാണ് അതിന് പറയുന്നത്. അത് ദേവകാര്യങ്ങൾക്കുള്ള ഏകാദശി എന്നുമാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഭൂരിപക്ഷ ഏകാദശിയാണ് 10-ാം തീയതി. 11-ാം തീയതി ആനന്ദപക്ഷ ഏകാദശിയാണ്. അപ്പോൾ കൂടുതൽ ഉത്തമം 11-ാം തീയതിയുള്ള ഏകാദശി വ്രതം അനുഷ്ഠിക്കുന്നതിനാണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. ചാനലിൽ മെമ്പേഴ്സ് ആകാൻ ആഗ്രഹമുള്ളവർക്ക് ജോയിൻ ബട്ടണിൽ പ്രസ് ചെയ്ത് മെമ്പേഴ്സ് ആകാവുന്നതാണ്. മെമ്പേഴ്സിന് ഞാൻ എൻ്റെ വാട്സാപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്. എന്താണ് എല്ലാ ദിവസവും വീഡിയോസ് ഇടാത്തത് എന്ന് ഒരുപാട് പേർ ചോദിക്കുന്നുണ്ട്. ഞാൻ എല്ലാ ദിവസവും വീഡിയോസ് ഇടുന്നുണ്ട്. ഓൾട്ടർനേറ്റ് ഡേയ്സ് ആണ് ഈ ചാനലിൽ വീഡിയോസ് ഇടുന്നത്. മറ്റു ദിവസങ്ങളിൽ പുതിയ ചാനലിലാണ് വീഡിയോസ് ഇടാറുള്ളത്. പുതിയ ചാനലിൽ ഇടുന്ന വീഡിയോസും കാണാൻ ശ്രമിക്കുക. 11-ാം തീയതി ഏകാദശി വ്രതം അനുഷ്ഠിക്കുമ്പോൾ ഇന്നു മുതൽ, അതായത് ജൂലൈ 9-ാം തീയതി വ്യാഴാഴ്ച മുതൽ തന്നെ ഏകാദശി വ്രതാനുഷ്ഠാനങ്ങൾ തുടങ്ങേണ്ടതാണ്. കാരണം ഇന്നാണ് ദശമി. ഇന്ന് ഉച്ചയ്ക്ക് ഒരു നേരം മാത്രമാണ് അരിയാഹാരം കഴിക്കേണ്ടത്. രാത്രിയിൽ ഫ്രൂട്ട്സ് കഴിക്കാവുന്നതാണ്. നാളെ ഏകാദശി വ്രതം അനുഷ്ഠിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ പോലും നാളത്തെ ദിവസം അരിയാഹാരം കഴിക്കാൻ പാടില്ല. കാരണം ഏകാദശി തിഥി ഉള്ളതുകൊണ്ട്. വ്രതം അനുഷ്ഠിക്കുന്നത് ശനിയാഴ്ചയാണ്. അന്ന് ഏകാദശി വ്രതം എങ്ങനെയാണോ നമ്മൾ അനുഷ്ഠിക്കാറുള്ളത് അതുപോലെ അനുഷ്ഠിക്കേണ്ടതാണ്. അപ്പോൾ വെള്ളിയാഴ്ചയും ശനിയാഴ്ചയും അരിയാഹാരം ഒന്നും കഴിക്കാതെ വ്രതം അനുഷ്ഠിക്കാൻ സാധിക്കും. അതിനുള്ള ആരോഗ്യമുണ്ടെങ്കിൽ മാത്രം ഈ കാര്യങ്ങളൊക്കെ തന്നെ ചെയ്യേണ്ടതാണ്. നാളെ ഏകാദശി തിഥി ഉള്ളത് കൊണ്ട് തന്നെ ഫ്രൂട്ട്സ് കഴിച്ചുകൊണ്ട് നാളത്തെ ദിവസം കഴിയാം. അടുത്ത ദിവസം ശനിയാഴ്ച സാധാരണ നിങ്ങൾ എങ്ങനെയാണോ ഏകാദശി വ്രതം അനുഷ്ഠിക്കാറുള്ളത് അതുപോലെ വേണം എടുക്കേണ്ടത്. വെള്ളം മാത്രം കുടിച്ചുകൊണ്ട് ഏകാദശി വ്രതം അനുഷ്ഠിക്കാം. പാലും പഴങ്ങളും കഴിച്ചുകൊണ്ടും ഏകാദശി വ്രതം അനുഷ്ഠിക്കാം. ഇപ്പോൾ ഇതിനൊന്നും സാധിക്കില്ല എന്നുണ്ടെങ്കിൽ ലഘു ഭക്ഷണങ്ങൾ കഴിച്ചുകൊണ്ട് ഏകാദശി വ്രതം അനുഷ്ഠിക്കാം. അരിയാഹാരം കഴിക്കാൻ പാടില്ല, ധാന്യങ്ങൾ കഴിക്കാൻ പാടില്ല എന്നാണ്. അതുകൊണ്ട് തന്നെ കിഴങ്ങ് വർഗ്ഗങ്ങളൊക്കെ തന്നെ പുഴുങ്ങി കഴിക്കാവുന്നതാണ്. ഏകാദശി പുഴുക്കുണ്ടാക്കി കഴിക്കാം. അത് ആരോഗ്യസ്ഥിതി അനുവദിക്കില്ല എന്നുള്ളവർക്ക് ചെയ്യാവുന്നതാണ്. മാത്രമല്ല ചൗവരി കഴിക്കാവുന്നതാണ്. ചൗവരി കൊണ്ട് ഉപ്പുമാവൊക്കെ ഉണ്ടാക്കി കഴിക്കാറുണ്ട്. കപ്പലണ്ടി കഴിക്കാം. വെജിറ്റബിൾസ് എന്ന് പറയുമ്പോൾ ക്യാരറ്റ്, കുക്കുംബർ ഇതൊക്കെ തന്നെ കഴിക്കാവുന്ന സാധനങ്ങളാണ്. അപ്പോൾ കഴിവതും വ്രതം അനുഷ്ഠിക്കുമ്പോൾ ആ ഒരു ദിവസം നമുക്ക് കഴിക്കാൻ സാധിക്കുന്ന കാര്യങ്ങൾ കഴിച്ചുകൊണ്ട് വ്രതം അനുഷ്ഠിക്കാൻ ശ്രമിക്കുക. അരിയാഹാരവും മറ്റ് ധാന്യങ്ങളും ഒക്കെ ഒഴിവാക്കുന്നത് വളരെ നല്ലതാണ്. ചിലയിടങ്ങളിൽ ഗോതമ്പൊക്കെ തന്നെ കഴിക്കാറുണ്ട്. അത് നിങ്ങൾ എങ്ങനെയാണോ ഫോളോ ചെയ്യുന്നത് അതിനനുസരിച്ച് ഫോളോ ചെയ്തു കൊള്ളുക. കഴിവതും ഗോതമ്പും അവോയ്ഡ് ചെയ്യുന്നതാണ് നല്ലത്. എന്നിരുന്നാലും ഓരോ പ്രദേശങ്ങളിലും ഓരോ രീതിയാണ് ഫോളോ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ താമസിക്കുന്നിടത്ത് ഗോതമ്പ് കഞ്ഞിയൊക്കെ കുടിക്കും എന്നുണ്ടെങ്കിൽ കുടിക്കാം. കഴിവതും അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കുക. കാരണം ഈ ഒരു ദിവസം അരി മാത്രമല്ല മറ്റ് ധാന്യങ്ങളും പയറും പരിപ്പ് വർഗ്ഗങ്ങളുമാണ് നമ്മൾ അവോയ്ഡ് ചെയ്യേണ്ട വസ്തുക്കൾ എന്ന് പറയുന്നത്. കഴിക്കാൻ സാധിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് കഴിച്ചുകൊണ്ട് വ്രതം അനുഷ്ഠിക്കാൻ ശ്രമിക്കുക. ഏകാദശിയുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 സമയങ്ങളാണുള്ളത്. ഒന്ന് ഹരിവാസര സമയമാണ്. ഹരിവാസര സമയത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഭഗവാന്റെ ഒരു പ്രസൻസ് നമ്മുടെ ഭൂമിയിൽ ആ ഒരു സമയം ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു സമയത്ത് നമുക്ക് സാധിക്കുന്ന രീതിയിൽ നാമങ്ങൾ, നാരായണ നാമങ്ങൾ ചൊല്ലാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുക.
ഇപ്രാവശ്യം രാത്രിയിലാണ് ഹരിവാസര സമയം വരുന്നത്. ജൂലൈ 10 വെള്ളിയാഴ്ച രാത്രി 12:07 മുതൽ ജൂലൈ 11 രാവിലെ 10:30 വരെയുള്ള സമയമാണ്. അതുകൊണ്ട് തന്നെ ജൂലൈ 11 രാവിലെ ബ്രഹ്മമുഹൂർത്തത്തിൽ തന്നെ ഉണരാൻ സാധിക്കും എന്നുള്ളവർ ആ ഒരു സമയത്ത് തന്നെ ഉണരാൻ ശ്രമിക്കുക. അതിന് സാധിക്കില്ല എന്നുണ്ടെങ്കിൽ വ്രത ദിവസങ്ങളിൽ സൂര്യോദയത്തിന് മുൻപ് തന്നെ ഉണർന്ന് കുളിച്ച് ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ വീട്ടിലെ നിലവിളക്ക് 5 തിരിയിട്ട് നെയ്യൊക്കെ ഒഴിച്ച് കൊളുത്തി നാരായണ നാമങ്ങൾ ചൊല്ലുക എന്നുള്ളതാണ്. കൃഷ്ണന്റെയോ മഹാവിഷ്ണുവിന്റെയോ ഫോട്ടോ ഉണ്ടെങ്കിൽ തുളസിമാലയോ അല്ലെങ്കിൽ തുളസി ഇലകളോ ഒക്കെ സമർപ്പിക്കുന്നത് നമ്മുടെ സകലവിധ പാപങ്ങളും നീങ്ങിക്കിട്ടും. പ്രത്യേകിച്ചും ഏകാദശി ദിവസമൊക്കെ നമ്മൾ ഈ ഒരു കാര്യം ചെയ്യുന്നത് നമുക്ക് മറ്റു ദിവസങ്ങളിൽ ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ പുണ്യം ലഭിക്കും. വീട്ടിൽ വിളക്കൊക്കെ കൊളുത്തി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ക്ഷേത്രത്തിൽ പോയി അവിടെ ഭഗവാന് തുളസി മാല സമർപ്പിക്കാം. നമുക്ക് നമ്മുടെ കഴിവിനനുസരിച്ചുള്ള വഴിപാടുകളും അവിടെ ചെയ്യാവുന്നതാണ്. ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് വ്രതമെടുക്കുന്ന ദിവസം ഉച്ചയ്ക്ക് ഉറങ്ങാൻ പാടില്ല. തലേ ദിവസം ഏകാദശി തിഥി ഉള്ളത് കൊണ്ട് തന്നെ തലേ ദിവസമായ വെള്ളിയാഴ്ചയും കഴിവതും പകലുറക്കം പാടില്ല. അപ്പോൾ വെള്ളിയും ശനിയും പകലും ഉറങ്ങാൻ പാടില്ല. ഞായറാഴ്ചയാണ് പാരണ വീടേണ്ടത്. ഞായറാഴ്ച രാവിലെ 6:11 മുതൽ 8:43 വരെയുള്ള സമയത്താണ് പാരണ വീടേണ്ടത്. പാരണ വീടുക എന്ന് പറഞ്ഞാൽ വ്രതം അവസാനിപ്പിക്കുക എന്നാണ് അർത്ഥം. ക്ഷേത്രത്തിൽ പോയി അവിടെ നിന്നും തീർത്ഥം സേവിച്ച് പാരണ വീടാവുന്നതാണ്. ഇപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് ക്ഷേത്രത്തിൽ പോകാൻ സാധിക്കില്ല എന്നുണ്ടെങ്കിൽ വീട്ടിൽ തന്നെ ഒരു ഗ്ലാസ് വെള്ളത്തിൽ 2 തുളസിയില ഇട്ട് ആ തുളസി തീർത്ഥം സേവിച്ചുകൊണ്ടും പാരണ വീടാവുന്നതാണ്. ഇപ്പോൾ 6:11 മുതൽ 8:43 വരെയുള്ള സമയം എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 7 മണിക്കൊക്കെ പാരണ വീടുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം ഓരോ സ്റ്റേറ്റിലും ഒരു 5-10 മിനിറ്റിന്റെ ഒരു ചെറിയ വ്യത്യാസം ഉണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ ആ ഒരു കറക്റ്റ് 6:11 തന്നെ പാരണ വീടാതെ ഒരു 10 മിനിറ്റിന് ശേഷം പാരണ വീടാൻ ശ്രമിക്കുക. എല്ലാ ഏകാദശി വ്രതങ്ങളുടെയും വ്രത മാഹാത്മ്യ കഥ ഭഗവാൻ ശ്രീകൃഷ്ണനാണ് പാണ്ഡവർക്ക് പറഞ്ഞു കൊടുത്തിട്ടുള്ളത്. ഏകാദശി വ്രതം നമ്മൾ അനുഷ്ഠിക്കുമ്പോൾ ആ ഒരു വ്രത മാഹാത്മ്യ കഥ വായിക്കുകയോ അല്ലെങ്കിൽ കേൾക്കുകയോ ചെയ്യുന്നത് വളരെയധികം പുണ്യം നൽകുമെന്നുള്ളതാണ്. ഇപ്പോൾ വ്രതമായിട്ട് എടുക്കാൻ സാധിക്കില്ല, ആരോഗ്യസ്ഥിതി അനുവദിക്കില്ല എന്നുള്ളവർക്ക് വളരെ ലഘുവായിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിച്ച് ഭഗവാന് തുളസി മാലയോ തുളസി ഇലകളോ സമർപ്പിച്ച് ഭഗവാന്റെ നാമങ്ങൾ ചൊല്ലിക്കൊണ്ടേയിരിക്കാവുന്നതാണ്. വിഷ്ണു സഹസ്രനാമം ചൊല്ലാൻ അറിയാവുന്നവർക്ക് വിഷ്ണു സഹസ്രനാമം ചൊല്ലാവുന്നതാണ്. ഭഗവാന്റെ 28 നാമങ്ങൾ ചൊല്ലാൻ അറിയാവുന്നവർക്ക് അത് ചൊല്ലാം. അല്ലെങ്കിൽ നമുക്ക് എപ്പോഴും ഓം നമോ നാരായണായ, ഓം നമോ ഭഗവതേ വാസുദേവായ ഇത് നമുക്ക് ചൊല്ലിക്കൊണ്ടേയിരിക്കാം. അതിന് ഏത് സമയത്തും ചൊല്ലാം. ഹരേ രാമ മന്ത്രം ചൊല്ലാം. യാതൊരുവിധ റെസ്ട്രിക്ഷനും ഇല്ല ഹരേ രാമ മന്ത്രം ചൊല്ലുന്നതിനും. ഏത് സമയത്തും ആർക്കും എപ്പോഴും ചൊല്ലാവുന്ന മന്ത്രം കൂടിയാണിത്. ഇനി ഈ യോഗിനി ഏകാദശിയുടെ വ്രത മാഹാത്മ്യ കഥ എന്ന് പറയുന്നത് ഹേമമാലി എന്ന് പറഞ്ഞ ഒരു തോട്ടക്കാരന്റെ കഥയാണ്. അളകാപുരി എന്ന നഗരത്തിലെ രാജാവായിരുന്നു കുബേരൻ. കുബേരനെ നമുക്കറിയാം, യക്ഷന്മാരുടെ രാജാവാണ് കുബേരൻ. വളരെ വലിയ ശിവഭക്തൻ കൂടിയാണ്. അത്ര വലിയ ശിവഭക്തൻ ആയതുകൊണ്ടാണ് കുബേരന് ശിവഭഗവാൻ ധനധാന്യങ്ങൾ നൽകി അനുഗ്രഹിച്ചത്. അപ്പോൾ വലിയ ശിവഭക്തനാണ് കുബേരൻ. കുബേരന് എല്ലാ ദിവസവും ശിവപൂജ ചെയ്യണം. ഈ ഹേമമാലി എന്ന തോട്ടക്കാരനാണ് മാനസ സരോവരത്തിൽ പോയി ഇദ്ദേഹത്തിന് ആവശ്യമുള്ള ഫ്രഷ് ആയിട്ടുള്ള പൂക്കളൊക്കെ ശേഖരിച്ചു കൊണ്ടുവന്ന് കൊടുക്കുന്നത് ശിവപൂജ ചെയ്യുന്നതിന് വേണ്ടി. എല്ലാ ദിവസവും മാനസരോവരത്തിൽ പോയി പൂക്കളൊക്കെ ശേഖരിച്ചു കൊണ്ടുവന്ന് കൊടുക്കും. കുബേരൻ ആ പൂക്കൾ കൊണ്ട് ശിവപൂജ ചെയ്യുകയും ചെയ്യുമായിരുന്നു. എന്നാൽ ഒരു ദിവസം ഹേമമാലി പൂക്കളുമായി എത്തിയില്ല. എന്താണ് കാരണമെന്ന് പറഞ്ഞാൽ ഹേമമാലിയുടെ ഭാര്യ വളരെ സുന്ദരിയായിട്ടുള്ള ഒരു സ്ത്രീയായിരുന്നു. ഹേമമാലിക്ക് അവരോട് വളരെയധികം സ്നേഹവുമായിരുന്നു. അതുകൊണ്ട് തന്നെ പൂക്കളൊക്കെ ശേഖരിച്ച് വീട്ടിലേക്ക് വന്നപ്പോൾ ഭാര്യയുടെ കൂടെ ഇരുന്ന് കുശലം പറഞ്ഞ് സമയം പോയത് അറിഞ്ഞതേയില്ല. അങ്ങനെയാണ് ആ ഒരു ദിവസം കുബേരന് പൂക്കൾ കിട്ടാതിരിക്കുന്നത്. കുബേരന് പൂക്കൾ കിട്ടാതിരിക്കുന്നപ്പോൾ കുബേരനാകെ ദേഷ്യമായി. കാരണം ശിവപൂജ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പൂക്കളാണ്. ആ ഒരു പൂക്കളാണ് ഇവൻ കൊണ്ടുവരാതിരുന്നത്. ഉടൻ തന്നെ കുബേരൻ മറ്റുള്ള ഭടന്മാരോട് പറയും, ഇവൻ എവിടെയാണെങ്കിലും പോയി കണ്ടുപിടിച്ച് കൊണ്ടുവരണം എന്ന് പറയും.
അങ്ങനെ അവർ പോയി കണ്ടുപിടിച്ചു കൊണ്ടുവരും. ആ ഭടന്മാർ കുബേരനോട് പറയും, ഇവൻ ഇവന്റെ ഭാര്യയുമായി അവിടെ സല്ലാപത്തിലായിരുന്നു, അങ്ങയ്ക്ക് പൂക്കൾ നൽകേണ്ട കാര്യമൊക്കെ ഇവൻ മറന്നുപോയി എന്ന് പറയും. ഇത് കേൾക്കുമ്പോൾ തന്നെ കുബേരൻ ആകെ ദേഷ്യത്തിൽ നിൽക്കുകയാണ്. തന്റെ പൂജയാണ് മുടങ്ങിയിരിക്കുന്നത്. കുബേരൻ ആ ദേഷ്യത്തിൽ അവനെ ശപിക്കുകയാണ് ചെയ്യുന്നത്. ഒരു കുഷ്ഠരോഗിയായി പോകട്ടെ എന്ന് പറഞ്ഞ് ശപിക്കും. കുബേരൻ ശപിക്കുന്ന ഉടനെ തന്നെ ഹേമമാലി യക്ഷലോകത്ത് നിന്നും ഭൂമിയിലേക്ക് പതിക്കുകയും അവിടെ അലഞ്ഞു തിരിഞ്ഞു നടക്കുകയും ചെയ്യും. അങ്ങനെ ഒരുപാട് ദിവസങ്ങൾ ഇങ്ങനെ അലഞ്ഞു നടന്നതിന് ശേഷം ഒടുവിൽ മാർക്കണ്ഡേയ മഹർഷിയുടെ ആശ്രമത്തിൽ എത്തിച്ചേരും. ഈ ഹേമമാലിയുടെ ആ ഒരു സ്ഥിതി കണ്ടിട്ട് മാർക്കണ്ഡേയ മഹർഷി തന്നെ ചോദിക്കും, നിനക്ക് എന്താണ് സംഭവിച്ചത്? മാർക്കണ്ഡേയ മഹർഷി തന്റെ ആ ഒരു സ്പിരിച്വൽ പവർ കൊണ്ട് തന്നെ കാര്യങ്ങളൊക്കെ തന്നെ മനസ്സിലാക്കിയിരുന്നു. അതുകൊണ്ടാണ് ഹേമമാലിയോട് നിനക്ക് എന്താണ് സംഭവിച്ചത് എന്ന് ചോദിക്കുന്നത്. അപ്പോൾ ഹേമമാലി എല്ലാ കാര്യങ്ങളും പറയും. ഞാൻ കുബേരന്റെ തോട്ടത്തിലെ തോട്ടക്കാരനായിരുന്നു, പൂക്കൾ പറിച്ചു കൊടുക്കുന്നതായിരുന്നു എന്റെ ജോലി, അങ്ങനെ എന്തെല്ലാമാണോ നടന്നത് ആ കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിനോട് പറയും. മാർക്കണ്ഡേയ മഹർഷിക്ക് ഓൾറെഡി ഈ കാര്യങ്ങളൊക്കെ മനസ്സിലായെങ്കിലും ഒരു കാര്യം പോലും കളവില്ലാതെ തന്നെ സത്യസന്ധമായി പറഞ്ഞതുകൊണ്ട് മാർക്കണ്ഡേയ മഹർഷിക്ക് വളരെയധികം ഇഷ്ടം തോന്നും ഈ ഹേമമാലിയോട്. അതുകൊണ്ട് തന്നെ മാർക്കണ്ഡേയ മഹർഷി പറയും, ആഷാഢമാസത്തിലെ കൃഷ്ണപക്ഷത്തിൽ വരുന്ന ഏകാദശി, യോഗിനി ഏകാദശി എന്നാണ് പറയുന്നത്, ആ ഒരു ഏകാദശി വ്രതം നീ അനുഷ്ഠിക്കുകയാണെങ്കിൽ നിന്റെ പാപങ്ങളെല്ലാം നീങ്ങി നിന്റെ അസുഖമൊക്കെ പൂർണ്ണമായും ഭേദമാകുമെന്ന് പറയും. അതിനുശേഷം യോഗിനി ഏകാദശി വ്രതം ഹേമമാലി മാർക്കണ്ഡേയ മഹർഷി പറഞ്ഞു കൊടുത്തതനുസരിച്ച് യഥാവിധി അനുഷ്ഠിക്കുകയും ഹേമമാലിക്ക് തന്റെ പഴയ രൂപം തിരിച്ചു കിട്ടുകയും വീണ്ടും യക്ഷലോകത്തിലേക്ക് പോയി ഭാര്യയോടൊപ്പം സുഖമായി ജീവിക്കാനും സാധിച്ചു എന്നാണ് കഥ. ഭഗവാൻ കൃഷ്ണൻ തന്നെ പാണ്ഡവർക്ക് പറഞ്ഞു കൊടുത്തത് ഈ ഒരു യോഗിനി ഏകാദശി വ്രതത്തിന്റെ വ്രതമാഹാത്മ്യ കഥ കേൾക്കുകയോ പറയുകയോ ചെയ്യുകയാണെങ്കിൽ 88,000 ബ്രാഹ്മണർക്ക് ഭക്ഷണം കൊടുത്ത പുണ്യം നമുക്ക് ലഭിക്കുമെന്നുള്ളതാണ്. ഈ ഒരു ദിവസം ഉപവാസം എടുക്കുന്നത് വഴി നമുക്ക് നമ്മുടെ എല്ലാ പാപങ്ങളിൽ നിന്നും മോക്ഷം ലഭിക്കും എന്നും പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. എല്ലാവരും അവരവർക്ക് സാധിക്കുന്ന രീതിയിൽ ഏകാദശി വ്രതം അനുഷ്ഠിക്കാൻ ശ്രമിക്കുക. ആരോഗ്യസ്ഥിതി അനുവദിക്കാത്തവരാണെങ്കിൽ ലഘുഭക്ഷണങ്ങൾ കഴിച്ചുകൊണ്ട് ഭഗവാന്റെ നാമങ്ങൾ ആ ഒരു ദിവസം ചൊല്ലാൻ ശ്രമിക്കുക. കലിയുഗത്തിൽ ഏറ്റവും ഉത്തമമായതാണ് നാമജപം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ വ്രതമെടുക്കാൻ സാധിച്ചില്ല എന്ന് കരുതി വിഷമിക്കാതെ ഭഗവാന്റെ നാമങ്ങൾ ആ ഒരു ദിവസം മുഴുവൻ ചൊല്ലാൻ ശ്രമിക്കുക. നാളെ ഏകാദശി തിഥി രാവിലെ തന്നെ തുടങ്ങുന്നത് കൊണ്ട് ഇന്ന് തന്നെ തുളസി ഇലകളൊക്കെ ശേഖരിച്ചു വെക്കുക. കാരണം ഏകാദശി തിഥി ദിവസവും ദ്വാദശി തിഥി ദിവസവും നമ്മൾ തുളസിയിൽ നിന്നും തുളസി ഇലകൾ പറിക്കാറില്ല. ഏകാദശി ദിവസം തുളസി ദേവിക്ക് ജലം സമർപ്പിച്ച് 3 പ്രദക്ഷിണം വെക്കുക. സന്ധ്യയ്ക്ക് ഒരു നെയ്ദീപം കൊളുത്തി പ്രാർത്ഥിക്കാവുന്നതാണ്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണാം. നന്ദി, നമസ്കാരം.